നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാം, വെടിവെച്ച് കൊല്ലാം എന്ന് പറയുന്ന പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെയും വെടിവെച്ച് കൊല്ലാം, പക്ഷേ അതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. 6 അംഗ ഒരു കമ്മിറ്റി കൂടണം. ഇത് വന്യമൃഗമാണ് അല്ലെങ്കിൽ പിന്നെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് ബോധ്യപ്പെടണം. CCTV കാണണം, ഫുട്ടേജ് വേണം. വലിയ നടപടിക്രമമാണ്. അപ്പോൾ അതിനിടയ്ക്ക് മൃഗം കൊണ്ടുപോകേണ്ടവരെ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും നടപടികൾ എടുക്കാൻ കഴിയില്ല എന്നുള്ള നിലയിൽ വളരെ പെട്ടെന്നുള്ള ഒരു തീരുമാനം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ ഉള്ളവർക്ക് ഓർഡർ കൊടുക്കാം വെടിവെക്കാനായിട്ട്. അപ്പോൾ ഒരു വന്യമൃഗം ഇറങ്ങി ആരെങ്കിലും ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വരുന്നു, ഇപ്പോൾ കാട്ടാന അല്ലെങ്കിൽ പുലി, കടുവ, അങ്ങനെ പലരും വരാറുണ്ടല്ലോ. പല ചേട്ടന്മാരും കാട്ടിൽ നിന്ന് താഴത്തിലോട്ട് വരാറുണ്ട്. ഈ ചേട്ടന്മാർ ഇറങ്ങിയെന്നറിയുമ്പോൾ തന്നെ ഒരു മെസ്സേജ് കൊടുത്താൽ അത് കാട്ടുമൃഗമാണ്, വന്യമൃഗമാണ്, വളരെ വൈൽഡായി നിൽക്കുന്നു, അത് പ്രകോപിതനാണ് അല്ലെങ്കിൽ പ്രകോപിതയാണെന്നൊക്കെ തോന്നിയാൽ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഇടാൻ കഴിയുന്ന ഒരു പുതിയ നിയമം വരികയാണ്. പക്ഷേ നിയമം വരുമ്പോൾ അത് എളുപ്പമല്ല. കാരണം 6 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയും പിന്നെ CCTV എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം മാറ്റുന്നുണ്ട്. പക്ഷേ ഇതൊരു കേന്ദ്ര നിയമത്തിൻ്റെ 72ാം വകുപ്പിനെയാണ് ഇത് ചലഞ്ച് ചെയ്തുകൊണ്ട് ആ വകുപ്പ് മാറ്റിക്കൊണ്ടുള്ളൊരു നിയമമാണ് മന്ത്രിസഭ പാസ്സാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശ രൂപത്തിൽ വന്നിട്ടുള്ളത്. ഇത് കേരള നിയമസഭയിൽ വരണം, അവിടെ പാസ്സാക്കണം, അതിനുശേഷം കേന്ദ്രത്തിൽ അയക്കണം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും അങ്ങനെ വന്യമൃഗ സംരക്ഷണ സംവിധാനങ്ങളുണ്ട്, അവിടെയൊക്കെ പോകേണ്ടി വരും. അവസാനം രാഷ്ട്രപതിക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒത്തിരി കടമ്പകളുള്ളത്. പക്ഷേ ഈ ഇലക്ഷൻ വർഷത്തിൽ അവസാന വർഷം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതിനാണെന്നറിയാമോ? ഈ ലാസ്റ്റ് ഒരു സ്പെല്ലാകുമ്പോൾ ഇവരെല്ലാ കാര്യങ്ങളും കാണിക്കും. DA കൊടുക്കുക, അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണം, ഇങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റും. അതായത് ഒരു മനോഹര മനോജ്ഞ മോഹസുന്ദര വലയത്തിൽ നിർത്തും ജനങ്ങളെ. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും പക്ഷേ നടക്കട്ടെ. നമുക്ക് എങ്ങനെയായാലും എല്ലാത്തിനെയും പോസിറ്റീവായി കാണാം. ഏറ്റവും കൂടുതൽ ആക്ഷേപം ഈ മന്ത്രിസഭയിൽ കേട്ടിട്ടുള്ളൊരു മന്ത്രിയാണ് AK ശശീന്ദ്രൻ. അദ്ദേഹം വനവകുപ്പ് മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് ചങ്കാണോ മത്തങ്ങയാണോ എന്ന വകുപ്പ് അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവർ വളരെ വലുതാണ്. എന്തായാലും അദ്ദേഹം ബില്ല് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. ഈ അസംബ്ലിയുടെ അവസാന കാലത്തെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ബില്ലുകളൊക്കെ കൊണ്ടുവരുന്നു. ഇത് വ്യാപകമായി ദുർവിനിയോഗം ചെയ്യാതിരിക്കട്ടെ. കാരണം ആനക്കൊമ്പ് ആവശ്യമുള്ളവർ, പുലിത്തോൽ ആവശ്യമുള്ളവർ, പുലിനഖം ആവശ്യമുള്ളവർ, ഒക്കെ കടുവയുടെ നഖം ആവശ്യമുള്ളവർ, പിന്നെ കാട്ടുപന്നിയുടെ ഇറച്ചി ആവശ്യമുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വ്യാപകമായ രീതിയിൽ ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട്. ആ നിയമം ദുരുപയോഗം ചെയ്യാതിരിക്കട്ടെ. ആളുകളെ കൊല്ലുന്നതിനെതിരെയുള്ള അല്ലെങ്കിൽ ആളുകളെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി ഇല്ലാതാക്കുന്നതിനെതിരെയുള്ള നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഒരു വന്യമൃഗം അല്ലെങ്കിൽ ഒരു ഒരു സൗഹൃദം, അതായത് ഒരു ഫ്രണ്ട്ലി ലൈഫ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് കാട്ടിൽ ജീവിക്കുകയും വേണം, നാട്ടിൽ മനുഷ്യർക്കും ജീവിക്കണം. ഏത് നിലയിലുള്ള സമീപനങ്ങളും നയപരിപാടികളുമാണ് നമുക്ക് ആവശ്യം. മുഴുവൻ മൃഗങ്ങളെയും കൊന്നൊടുക്കിയതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയും ജൈവ വ്യവസ്ഥയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് മൊത്തം മനുഷ്യരെ ആയിരിക്കും ആത്യന്തികമായി ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് എന്നാൽ മൃഗങ്ങൾ നാട്ടിലിറങ്ങി വലിയ ഉപദ്രവം ഉണ്ടാക്കും. ഇപ്പോൾ കാട്ടുപന്നിയൊക്കെ ഇറങ്ങി ധാരാളം ഭക്ഷ്യവസ്തുക്കളാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ കൊല്ലേണ്ടി വരും. അപ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരവ് വരുന്നു, നിയമം വരുന്നു. അത് ദുർവിനിയോഗം ചെയ്യാതിരിക്കട്ടെ. കൃത്യമായ നിയമം വന്ന് അത് രാഷ്ട്രപതി വരെ ചിലപ്പോൾ പോകേണ്ടി വരും ബില്ല് പാസ്സാക്കാൻ. അങ്ങനെ പാസ്സായി വരുന്ന ബില്ല് കൃത്യമായ പഴുതുകൾ അടച്ചുള്ള ബില്ലായിരിക്കണം. അതല്ലെങ്കിൽ ഇത് വളരെ വലിയ തോതിൽ ദുർവിനിയോഗം ചെയ്യാൻ സാധ്യതയുള്ളൊരു ബില്ലാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. മനുഷ്യൻ്റെ സുരക്ഷ വലുതാണ്. അതുപോലെ തന്നെ മൃഗങ്ങൾ അവരും ജീവിക്കട്ടെ കാടിനകത്ത്. കാട്ടിന് പുറത്ത് വരുമ്പോഴാണല്ലോ ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്നത്. അതെങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി സമഗ്രമായി നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്.